ശബരിമല അതിപ്പോ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഭക്തർ കണ്ണ് നിറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ ശപിക്കുകയാണ്. എന്തിനെ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാക്കി എന്ന് ചോദിച്ചുകൊണ്ട് മാല പോലും ഊരി എറിഞ്ഞുകൊണ്ടാണ് അവർ ഇനി ശബരിമലയിലേക്ക് വരില്ല എന്ന് പറയുന്നത്. വൃശ്ചികം 3 2 ദിവസം കൊണ്ട് ഭക്തർ ഒഴുകിയെത്തി ഒടുവിൽ അയ്യപ്പനെ കാണാതെ മടങ്ങേണ്ടി വന്ന ഒരു അവസ്ഥ. കേന്ദ്രസേന ഒടുവിൽ ശബരിമലയിലേക്ക് വരുന്നു എന്നുള്ളൊരു സാഹചര്യം വരെ ഉണ്ടാകുന്നു. നിയന്ത്രിക്കാൻ പോലീസ് ഇല്ല. ജനങ്ങളുടെ സാഹസികമായ വനത്തിലൂടെയുള്ള യാത്ര അങ്ങനെ വലിയ ദുരന്തത്തിലേക്കാണ് ശബരിമല പോകുന്നത്. ശബരിമലയിലെ ഈ പ്രതിസന്ധിക്ക് കാരണം സ്വർണ്ണക്കട്ടവരുടെ ആർത്തി മൂത്തത് മാത്രമല്ലേ? ശബരിമലയായി കാണുകയും അതിൻ്റെ വിശ്വാസത്തെ ആ അർത്ഥത്തിൽ സമഗ്രമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിന് മാത്രമാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. പക്ഷേ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഭക്തരെന്ന് പറഞ്ഞ് നടക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അവർ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ അഴിമതിക്കാരും ആർത്തിപ്പണ്ടാരങ്ങളുമാണ് എന്നാണ്. അവരുടെ അഴിമതിയും ആർത്തിയുമാണ് അയ്യപ്പൻ്റെ ഉടയാടകളവരെയും അഴിച്ചെടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച് അവർക്ക് എന്തെങ്കിലും ഭക്തിയുടെ തരിമ്പ് മനസ്സിനകത്തുണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. വളരെ ആസൂത്രിതമായി 2019 മുതൽ ഇത് നിർവഹിക്കുകയും അവസാനം അത് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്തപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അത്രമാത്രം സ്വർണം അവിടെ നിന്ന് അവരടിച്ചെടുത്തുകൊണ്ട് പോയി ആരോരും അറിയാതെ എന്നുള്ളതാണ്. എല്ലാം ഭക്തിയുടെ കൺകെട്ട് വിദ്യയിലാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഭക്തരാണ് അവർ എന്നാണ് എല്ലാവരോടും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവരെ അങ്ങനെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതും എന്നുള്ളത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു ഗവേണൻസ് നിർവഹിക്കുന്ന ഒരു ഭരണ സംവിധാനം, ആ ഭരണ സംവിധാനത്തിൻ്റെ വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവർ ഭരണ സംവിധാനത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിലിരിക്കുന്ന പിണറായി വിജയനും അതേപോലെ അദ്ദേഹത്തിനോടൊപ്പമുള്ളതായ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അവർ വിശ്വാസികളാണോ നിരീശ്വരവാദികളാണോ എന്നുള്ളത് അപ്രസക്തമായ കാര്യം. അവരാരായിക്കൊള്ളട്ടെ, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരാവശ്യം എന്ന നിലയ്ക്ക് ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അവർക്കുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ഒരു വലിയ പ്രതീകമാണ് ശബരിമല എന്നത്. കേരളം എന്ന് പറയുമ്പോൾ ശബരിമല എന്നതുകൂടി അതിനർത്ഥമുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം കേരളീയ ജീവിതമായി ലയിച്ചു ചേർന്ന ഒന്നാണ് ശബരിമലയും ശബരിമലയിലെ തീർത്ഥാടനവും എന്നുള്ളതാണ്. അവിടെ എല്ലാത്തരം മനുഷ്യർക്കും കടന്നു വരാൻ കഴിയുന്ന വളരെ മനോഹരവും സുന്ദരവുമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജി പോലും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. സമ്പന്നരും ദരിദ്രരുമൊക്കെ കാനനപാതയിലൂടെ തന്നെ കല്ലും മുള്ളും ചവിട്ടിയാണ് അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. സമ്പന്നരും ദരിദ്രരും എന്നതുപോലെ തന്നെ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ഒരു വ്യത്യാസമില്ല. സവർണനായാലും അവർണനായാലും ദളിതനായാലും ആരായി കഴിഞ്ഞാലും അവർക്കൊക്കെ തുല്യമായിട്ടുള്ള പദവി ലഭിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന പദത്തെ തന്നെ മനോഹരമാക്കുന്ന ഒന്നാണ് ശബരിമല. അങ്ങനെ നമ്മളതിനെ കണക്കാക്കേണ്ടത് ആവശ്യമാണ്. അത് വിശ്വാസത്തിൻ്റെയും നിരീശ്വരവാസത്തിൻ്റെയും ഒന്നും പ്രശ്നമല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. കാരണം ഈ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. ശരിക്കും പറഞ്ഞു അത് ഒഴിവാക്കി നിർത്തി മനുഷ്യന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് കാലങ്ങളായിട്ട് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് വിശ്വാസം എന്നതൊന്നും ആർക്കും കൃത്യമായിട്ട് ഇന്നും നിർവചിക്കാനായിട്ട് കഴിയില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിൽ മുഴുകിയ മനുഷ്യരുടെ ഒരു കേന്ദ്രമാണ്, അവരുടെ ആശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു തണലാണ് യഥാർത്ഥത്തിൽ ശബരിമല എന്ന് പറയും. ആ ശബരിമലയിലേക്ക് വരുന്നതായിട്ടുള്ള തീർത്ഥാടകർക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാവേണ്ടത് എന്താണ്? അവർക്ക് അയ്യപ്പ ഭക്തി ദർശനത്തിൻ്റെ സായുജ്യമാണ് ഉണ്ടാവേണ്ടത്. അതിന് പകരമാണ് ഇപ്പോൾ നമ്മൾ പത്രവാർത്തകളിൽ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് അവിടെ എത്തുന്ന ഭക്തരെല്ലാം തന്നെ ദുരിതപൂരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. അസഹനീയമായിട്ടുള്ള ചുറ്റുപാട്, മാളികപ്പുറങ്ങൾ കരയുന്ന കാഴ്ച പത്രത്തിലും അതേപോലെ ടെലിവിഷനിലും ഒക്കെ കൃത്യമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ അവിടെ എത്തിച്ചേരുന്നതായിട്ടുള്ള ഭക്തർ ശ്വാസം മുട്ടി കുഴഞ്ഞു വീഴുന്നു. ചിലർ മരിച്ച വാർത്ത പോലും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് തള്ളിക്കളയാവുന്നതല്ല.
അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം തിരക്കാണ്. ഒരു ദിവസം 1,00,000-ലധികം ആളുകൾ ഈ വളരെ ചെറിയ ഒരു സ്ഥലത്ത് വന്ന് കൂടിയാൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്ന് കണക്കാക്കി ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ എന്ത് ചെയ്യണം? അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കണം. 1,00,000 2 ലക്ഷം വരട്ടെ, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അവരെ കൈകാര്യം ചെയ്ത് വിടും, അതിനാവശ്യമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഇവിടെയുണ്ട് എന്ന് ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ വെറുതെ വർത്തമാനം മാത്രം പറഞ്ഞ് നടക്കുന്ന രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ശ്രീജിത്താണ് അവിടുത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ചാർജുള്ള പോലീസുകാരൻ. ആ പോലീസുകാരൻ്റെ സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അയ്യപ്പനായി മാറി എന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവർ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഈ ശ്രീജിത്താണ് എന്ന് ശ്രീജിത്ത് നമ്മൾ പറയുന്ന സ്ഥിതിയാണുള്ളത്. അങ്ങനെയുള്ള ശ്രീജിത്തിന് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ വീഴ്ച സംഭവിക്കുന്നു എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് കേന്ദ്രസേന എത്തിച്ചേരാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ തിരക്ക് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയാതെ പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരിക്കലും അദ്ദേഹം പറയേണ്ടതല്ല. കാരണം എന്താണ്? കേരളത്തിലെ പോലീസാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിവുള്ളവർ. കാരണം നമുക്കവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷമല്ല ആവശ്യം, അല്ലേ? കാക്കി പാൻറ്റും ഷർട്ടും ഇട്ട് അതേപോലെ തന്നെ പോലീസ് തൊപ്പിയും വെച്ച ഒരാൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല ശബരിമലയിലെ കാര്യങ്ങൾ. ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ശബരിമല ഭക്തനായിരിക്കുന്ന ഒരു പോലീസുകാരനായിരിക്കണം. അയ്യപ്പ ഭക്തന് മാത്രമാണ് അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കാരണം അയ്യപ്പ ഭക്തനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഡ്യൂട്ടിയെ കണക്കാക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തി ലഹരിയുടെ ഒരു ഭാഗം എന്ന നിലക്കാണ്. അങ്ങനെ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ എത്തിച്ചേരുന്നതായിട്ടുള്ള ഭക്തർക്ക് വളരെ സുന്ദരമായ മനോഹരമായിട്ടുള്ള അയ്യപ്പ ദർശനം ലഭ്യമാക്കുകയും അതിൻ്റെ സംതൃപ്തിയിൽ മലയിറങ്ങാൻ കഴിയുകയും ചെയ്യും. അത് കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ ഈ മാല പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. മാഷെ, ഇത്തരത്തിൽ ഈ സാഹസികമായ യാത്ര നിയന്ത്രണങ്ങളിലെ പാളിച്ച, ആളുകൾക്ക് ഒരു മണിക്കൂറുകളോളം ആളുകൾ നിൽക്കുന്നു, അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ശബരിമല ഇപ്പോൾ ഉള്ളത്. ഇതൊരു പക്ഷേ ഒരു വലിയ മഹാദുരന്തത്തിലേക്ക് പോകാം. അങ്ങനെ പോകാതിരിക്കട്ടെ. പക്ഷെ എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെ അടയ്ക്കാൻ കഴിയില്ല. കാരണം നിയന്ത്രണങ്ങളിൽ പാളിച്ചകൾ വന്നാൽ ആൾക്കൂട്ടം കൂടും. പിന്നീട് അത് ചിലപ്പോൾ നമ്മളൊക്കെ ഇതിനു മുൻപും കണ്ടതും കേട്ടതും പോലെയുള്ള മഹാദുരന്തത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് തെറ്റേറ്റ് പറഞ്ഞുകൊണ്ട് നട അടയ്ക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? വിശ്വാസം എന്തായാലും ഇവർക്കില്ല. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി. ഈ 62 കോടി ജനങ്ങൾ കുംഭമേളയ്ക്ക് വന്നിട്ടുണ്ട്. അവിടെ 1 ലക്ഷം പേര് ഇവിടെ വന്നിട്ടുള്ളൂ. 62 കോടി ജനങ്ങൾ, ഈ ആളുകൾ വിമർശിച്ച കുംഭമേളയ്ക്ക് 62 കോടി ജനങ്ങളാണ് വന്നത്. അവിടെ തിക്കും തിരക്കും ഈ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ചില ഗൂഢാലോചനയുടെ ഫലമായി ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നതിലപ്പുറം ഈ 1 ലക്ഷം പേരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാർ ഇനി എന്ത് ശബരിമലയെ ശരിയാക്കുമെന്നാണ് പറയുന്നത്? അല്ല, സർക്കാർ ഈ കാര്യങ്ങൾ ശരിയാക്കി പറ്റൂ. ഇപ്പോൾ കുംഭമേളക്ക് അവിടെയും സ്റ്റാമ്പേഡ് ഉണ്ടായി, തിരക്ക് കൂടി. എന്താ വെച്ചാൽ ആളുകൾ തെക്കും തിരക്കിലും പെട്ട് മരിച്ചു എന്നുള്ളതായിരുന്നു നമുക്കറിയാം. അങ്ങനെ ഒരു വാർത്ത ശബരിമലയിൽ വരുന്നത് സർക്കാരിന് എന്തായാലും ഗുണകരമായ കാര്യമല്ല, ഭക്തർക്കൊട്ടും നല്ല കാര്യമല്ല. മരിക്കാൻ വേണ്ടി എന്ത് ശബരിമലക്ക് പോകണം? അതൊരു പ്രശ്നമല്ലേ? അതിനാണ് അവിടെ പോകുന്നത്, അല്ലല്ലോ. അയ്യപ്പ ദർശനം കിട്ടി സായുജ്യം നേടാൻ വേണ്ടി അല്ലെങ്കിൽ സംതൃപ്തമായിട്ട് മലയിറങ്ങാൻ വേണ്ടി പോകുന്നതായിട്ടുള്ള ആളാണ്. അതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. ആ സൗകര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ കൃത്യമായി കാര്യങ്ങളെല്ലാം പഠിക്കണം. കുറേ കാലമായിട്ട് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഇവരുടെ സംവിധാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ. എത്ര പേർക്ക് പമ്പയിലും അതുപോലെ പരിസരങ്ങളിലും ഇരിക്കാനായിട്ട് കഴിയും, വിരിവെച്ചിരിക്കാനും മറ്റുമൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ സന്നിധാനത്തെ എത്ര പേർക്ക് കഴിയാനായിട്ട് കഴിയും, ഇതിനിടയ്ക്കുള്ള സഞ്ചാര പാതയിൽ എത്ര പേർക്ക് നിൽക്കാനായിട്ട് കഴിയും. അതൊക്കെ കൃത്യമായിട്ട് കണക്കിലുള്ളതാണ്. ആ കണക്കിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. ആ കണക്കിനപ്പുറത്തേക്ക് ഭക്തർ അവിടെ വരാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം. അതിന് ബോധവൽക്കരണം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചെയ്താൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ. അതിന് അതിശക്തമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമാണ് വാർത്തകൾ നല്ല രീതിയിൽ വരുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ മണ്ഡലകാലം കാര്യമായ പ്രശ്നങ്ങളും ഇല്ലാതെ കടന്നുപോയ ഒരു മണ്ഡലകാലമായിരുന്നു. അങ്ങനെ പരാതികളുണ്ടായിരുന്നില്ല. അങ്ങനെ പരാതികളില്ലാത്ത രീതിയിൽ ഇത് കൊണ്ടുപോയാൽ അത് നമുക്കെല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു ഇടപെടലാണ്
യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള പരസ്പരം കുറ്റപ്പെടുത്തൽ അല്ല അവിടെ വേണ്ടത്. പകരം ഇങ്ങനെ തന്നെയുള്ള പോരായ്മകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതെങ്ങനെ പരിഹരിക്കും, നാളെ അതില്ലാതെ എങ്ങനെ കാര്യങ്ങൾ നടത്താനായിട്ട് കഴിയും. ശബരിമലയിൽ നിന്ന് നല്ല വാർത്തകൾ വരുന്നത് സമൂഹത്തിൻ്റെ തന്നെ ഒരു എന്താണ് കുളിർമയുടെ അല്ലെങ്കിൽ സുഖത്തിൻ്റെ ഒരു കാര്യമായിട്ട് മാറിത്തരും. കാരണം നമ്മളിങ്ങനെ അസ്വസ്ഥകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമല്ല. ശബരിമലയിൽ നിന്ന് നല്ല വാർത്തകൾ വരുന്നത് നമുക്ക് പോലും, ശബരിമലയിൽ പോകാതിരിക്കുന്ന ആളുകൾക്ക് പോലും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അതിന് പകരം അവിടെ ഭക്തന്മാരെ പോലീസുകാർ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല, വെള്ളം കിട്ടാതെ. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പുള്ള തമിഴ്നാട്ടിൽ സിനിമാ നടൻ്റെ സമ്മേളനത്തിന് പോയ ആളുകൾ വെള്ളം കിട്ടാതെ അവസാനം പരസ്പരം ചവിട്ടി മരിച്ച് ആ ചവിട്ടിക്കൂട്ടിൽ മരിച്ചുപോയ മനുഷ്യരുടെ വാർത്ത നമ്മൾ കേട്ടാം. ആൾക്കൂട്ടങ്ങൾ കൂടുന്നിടത്തൊക്കെ ഈ സ്റ്റാമ്പേഡ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിയന്ത്രണം വളരെ കൂടുതലാണ്. വേണം, നിയന്ത്രണം ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. സാഹസിക യാത്രക്ക്, വനത്തിലൂടെ സാഹസിക യാത്രക്കൊക്കെ ആളുകളെ വിട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ വളരെ കുഴപ്പമേറിയ അപകടങ്ങളിലേക്ക് അത് തിരിഞ്ഞു പോകും. ഈ അപകട വാർത്ത ആർക്കാണ് സ്വീകരിക്കാൻ പറ്റുക? അപകട വാർത്തക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാതോർത്തിരിക്കുന്നത്. അത് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരു കാരണവശാലും, ഇതിപ്പോൾ 3-ാം തീയതിയാണ് അല്ലേ നമ്മളിത് സംസാരിക്കുന്ന, 3-ാം തീയതിയാണ്. വൃശ്ചികം 3, 4, 5, 6 കൂടിയാൽ 3 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടുള്ള സാവകാശം ഇവർക്കുണ്ട്. അവർ കൃത്യമായിട്ട് അത് ചെയ്യണം. ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഭരണകൂടത്തിനെതിരെ ശക്തമായ സമ്മർദ്ദം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.